ചിത്രരഞ്ജൻ പിന്നിലാണ്. പ്രതീക്ഷിച്ച മണ്ഡലമാണ് ആലപ്പുഴയിൽ. ഇത്തവണ UDF തോമസിലൂടെ തിരിച്ചു പിടിക്കുമെന്ന് അത് തന്നെ സംഭവിക്കുകയാണ്. AD തോമസ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. എന്തായാലും ആലപ്പുഴയിലും കഴിഞ്ഞ തവണത്തെ 1-ൽ നിന്ന് എന്തായാലും ഒരു 7 സീറ്റുകളോ 8 സീറ്റുകളോ വരെ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. UDF ആ രീതിയിലുള്ള മുന്നേറ്റം ആലപ്പുഴ ജില്ലയിലും. അബ്ദുൾ റഷീദിന്റെ ലീഡിൽ നേരിയ കുറവ് സംഭവിക്കുന്നുണ്ട്. 2077 എന്ന നിലയിലേക്ക് ഇപ്പോൾ ആ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും 3 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്നു എന്നതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെയും CPM-ന്റെ മുഖ്യമന്ത്രിയെയും വിറപ്പിച്ച യുവതുർക്കിയായി അബ്ദുൾ റഷീദ് അറിയപ്പെടും. ഭാവി രാഷ്ട്രീയത്തിൽ സംശയമില്ല. വളരെ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടും. വളരെ വ്യക്തമായ പ്രചരണ തന്ത്രങ്ങളിലൂടെ പിണറായി വിജയനെ 3 റൗണ്ടിൽ വിറപ്പിച്ച ചുടക്കുട്ടിയായി UDF-ന്റെ കോൺഗ്രസിന്റെ മുന്നിൽ അബ്ദുൾ റഷീദ് അങ്ങനെ തലയുയർത്തി നിൽക്കുമെന്നേ. തോറ്റാനും സാരമില്ല. പിണറായിയെ 3 റൗണ്ട് വിറപ്പിച്ചില്ലേ? തൃശൂരിൽ രാജൻ പല്ലൻ 5-ാം റൗണ്ടിലും ലീഡ് നിലനിർത്തുന്നു. 4157. മാനന്തവാടിയിൽ OR കേളു ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 3150 വോട്ടിന് മുന്നിൽ ഒരു മന്ത്രി ലീഡ് ചെയ്യുന്നു. OR കേളു ലീഡ് ചെയ്യുകയാണ്. നേരത്തെ പിന്നിലായിരുന്നു. ധർമ്മടത്ത് 2077 വോട്ടിന് പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്നു. അതേസമയം VD സതീശൻ പിന്നിൽ നിന്നിരുന്ന VD സതീശൻ മുന്നിലേക്ക് എത്തുന്നു എന്നതാണ്. ചേലക്കരയിൽ UR പ്രദീപ് 8469 വോട്ടിന് ആ മണ്ഡലം നിലനിർത്തുന്നു എന്നത് ഉറപ്പിക്കുകയാണ് പ്രദീപ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തവനൂരിൽ VS ജോയിയാണ് മുന്നിൽ നിൽക്കുന്നത്. ബേപ്പൂരിൽ PM മുഹമ്മദ് റിയാസാണ് മുന്നിൽ നിൽക്കുന്നത്. 2554 വോട്ടുകൾക്കാണ് മുഹമ്മദ് റിയാസ് മറ്റൊരു മന്ത്രി. അതേസമയം KA തുളസി കോങ്ങാട് മുന്നിട്ട് നിൽക്കുന്നു. വാമനപുരത്ത് സുധീർ ഷാ ആണ് മുന്നോട്ട് നിൽക്കുന്നത്. 4148 വോട്ടുകളാണ് തുളസിയുടെ മേൽക്കൈ ഈ ഘട്ടത്തിൽ എന്നതാണ്. ആലത്തൂരിൽ എല്ലാ ജില്ലകളിലും വ്യക്തമായ ആധിപത്യവും മേധാവിത്വവും UDF സ്ഥാനാർത്ഥികൾ നേടുന്നു. അവിടെ ചെറിയ ഭൂരിപക്ഷമല്ല, വൻ ഭൂരിപക്ഷത്തിലേക്ക് UDF സ്ഥാനാർത്ഥികളൊക്കെ കുതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാവേലിക്കരയിൽ MS അരുൺകുമാറിന് കേവലം 84 വോട്ടുകളുടെ മേൽക്കൈ മാത്രമാണ്. അവിടെ മുഹമ്മദ് റിയാസ് 2554 മാത്രം ലീഡാണ് ഇപ്പോൾ ഉള്ളത്. ശശീന്ദ്രൻ പിന്നിലാണ് 1755 വോട്ടുകൾക്ക്. KK ശൈലജയ്ക്ക് കേവലം 23 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. തൃത്താലയിൽ ബൽറാം മുന്നിലാണ്. ആദ്യം മുതൽ ആ ലീഡ് നില ബൽറാം തുടരുന്നു. AK ശശീന്ദ്രൻ എലത്തൂരിൽ 1700-ലധികം വോട്ടുകൾക്കായി ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നു. എല്ലാ മന്ത്രിമാരും പിന്നിലാണ്. രഞ്ജിത്ത് NDA 4 എന്നുള്ളത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുക. പാലക്കാടും തിരുവല്ലയും നേമവുമാണല്ലോ ഈ 3 എണ്ണം അല്ലേ? പാലക്കാട്, തിരുവല്ല, നേമം 3 മണ്ഡലങ്ങളാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. പാലക്കാട്, തിരുവല്ല, നേമം എന്നീ 3 മണ്ഡലങ്ങൾ. തിരുവല്ലയിൽ 37 വോട്ടുകൾക്കാണ് അനൂപ് ആന്റണി ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ 1207 വോട്ടുകൾക്ക്, ശോഭ 2145. ശരിയാണല്ലോ? ശരിയാണ്. വളരെ നേരിയ ഭൂരിപക്ഷമാണ് തിരുവല്ലയിലുള്ളത്. അത് ഒരുപക്ഷെ മറികടന്നേക്കാം. പക്ഷെ അവിടെ ശക്തമായ ത്രികോണ പോരാട്ടം കാഴ്ചവെക്കാൻ അനൂപ് ആന്റണിക്ക് കഴിഞ്ഞു. നരേന്ദ്രമോദി അടുത്തു പിടിച്ചിരുത്തി തന്നോടൊപ്പം 5 വർഷം ജോലി ചെയ്ത ആളാണ് എന്ന് പറഞ്ഞതിന് അവിടെ ഫലമുണ്ടാകുന്നു. അവിടുത്തെ പ്രബലരായ 2 സ്ഥാനാർത്ഥികൾക്ക് ഒപ്പമെത്താൻ അനൂപ് ആന്റണിക്ക് സാധിക്കുന്നു എന്നുള്ളത് തിരുവല്ലയെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് സംശയമില്ല. 3 സീറ്റുകളിൽ ഇപ്പോൾ ഗോവിന്ദൻ മുന്നിലേക്ക് എത്തുന്നു എന്നതാണ്. കേരളത്തെ CPM-നെ ഇളക്കി മറിച്ച തളിപ്പറമ്പ്. വലിയ വിവാദങ്ങളുണ്ടായ തളിപ്പറമ്പിൽ ഇതാ TK ഗോവിന്ദൻ ഒരു ഘട്ടത്തിലെങ്കിലും മുന്നിൽ വരുന്നു. 974 വോട്ടുകൾക്ക് തളിപ്പറമ്പിൽ PK ശ്യാമളയെ, ഏറെ വിവാദങ്ങളുണ്ടായ ചർച്ച ചെയ്യപ്പെട്ട PK ശ്യാമളയെ ഒരു ഘട്ടത്തിലെങ്കിലും പിന്നിലാക്കുന്നുണ്ട് TK ഗോവിന്ദൻ. പേരാവൂരിൽ KK ശൈലജയുടെ ലീഡ് ഉയരുന്നു. അഭിലാഷ്, പേരാവൂരിൽ KK ശൈലജയുടെ ലീഡ് ഉയരുന്നു. അതിപ്പോ 447 ആയി. തളിപ്പറമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? TK ഗോവിന്ദൻ അവിടെ വീശിയടിക്കുമോ? ഗോവിന്ദൻ കാറ്റ് വീശിയടിക്കുമോ? TK ശ്യാമള CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പരാജയപ്പെടുമോ? ഇപ്പോൾ 973 വോട്ടുകളുടെ ലീഡ് അവിടെയുണ്ട്. കായംകുളത്ത് UDF-കാർ ആഘോഷം തുടങ്ങി. ടൗണിൽ ലഡു വിതരണം ചെയ്യുന്നു. റൗണ്ട് പിന്നിട്ടിരിക്കുന്നു. ചവറയിൽ ഷിബു ബേബി ജോൺ ലീഡ് ഉയർത്തുന്നു. 6805 വോട്ടിന്റെ ലീഡ് ചവറയിൽ ഷിബു ബേബി ജോൺ നേടുന്നു. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് 2 റൗണ്ട് പിന്നിടുമ്പോൾ തന്നെ 9652 വോട്ട് ലീഡ് എടുത്തിരിക്കുകയാണ്. ഇതേപുരത്ത് വിഷ്ണുമോഹൻ തന്നെയാണ് രണ്ടാം കുന്നത്തുനാട് 2020 കൂടി സ്വാധീനമുള്ള കുന്നത്തുനാട് ഇത്തവണ UDF തിരിച്ചുപിടിക്കുന്നു. VP സജീന്ദ്രനിലൂടെ 4000-ലധികം 4127 വോട്ടുകൾക്ക് VP സജീന്ദ്രൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. ഭൂരിപക്ഷം 6000.
ചടയമംഗലം യു ഡി എഫ് മുന്നിൽ, ചടയമംഗലം യു ഡി എഫ് മുന്നിൽ, ചിന്തുറാണി മന്ത്രി പിന്നിൽ 1520 വോട്ടുകൾക്ക് ചടയമംഗലത്ത് യു ഡി എഫ് ലീഡ്. പൂഞ്ഞാറിൽ ഇപ്പോഴും LDF തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. VT സൂരജ് ഭൂരിപക്ഷം ഉയർത്തി 3934. ബാലുശ്ശേരിയിൽ VT സൂരജ് ഭൂരിപക്ഷം ഉയർത്തി UDF-ന്റെ 3934. തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 1000 കടന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 1000 കടന്നു. തളിപ്പറമ്പിൽ വലിയ മത്സരം, അവിടെ വലിയ മത്സരം കാഴ്ചവെച്ചിരിക്കുന്നു. TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 1000 കടന്നിരിക്കുന്നു. PK ശ്യാമള അതുപോലെ എടുത്തു പറയേണ്ട മണ്ഡലമാണ് ഉദുമ. ഉദുമ UDF തരംഗത്തിൽ LDF-ന് നഷ്ടപ്പെടുകയാണ്. 7216 വോട്ടിന്റെ ലീഡായി K നീലകണ്ഠന്. ഉദുമ അങ്ങനെ UDF പിടിച്ചെടുക്കാൻ പോവുകയാണ് LDF-ന്റെ കയ്യിൽ. തളിപ്പറമ്പുമാണ് ഒരു പക്ഷേ CPIM കേന്ദ്രങ്ങൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന പോരാട്ടം. BJP-യുടെ ലീഡ് നഷ്ടപ്പെട്ടു. രമേശ് പിഷാരടി 5000-ൽ വോട്ടുകൾക്ക് മുന്നിൽ. 4955 വോട്ടുകൾക്ക്. അതെ, പാലക്കാട് 4955 വോട്ടുകൾക്ക് രമേശ് പിഷാരടി മുന്നിട്ട് നിൽക്കുന്നു. പൊന്നാനിയിൽ KP നൗഷാദ് അലിയാണ് വ്യക്തമായ മേൽക്കൈ നേടുന്നത്. തിരുവനന്തപുരത്ത് 3 റൗണ്ട് പിന്നിടുമ്പോൾ CP ജോൺ 1837 വോട്ടിന്റെ ലീഡ്. അവിടെ കുറെ നേരമായി CP ജോൺ ലീഡ് ചെയ്യുകയാണ്. ആദ്യം മുതൽ CP ജോൺ പിടിക്കും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് അവിടെ നിന്ന് സെൻട്രൽ പിടിക്കും. 4 റൗണ്ട് അവിടെ എണ്ണി തീർന്നിരിക്കുന്നു. 4795 വോട്ടിന് ഗുരുവായൂരിൽ NK അക്ബറിന് നേരിയ ഭൂരിപക്ഷം മാത്രമാണ്, കേവലം 230 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. പക്ഷേ ഒല്ലൂരിൽ K രാജൻ CPIയുടെ അഭിമാനം കാത്തു സംരക്ഷിക്കുന്നു. 5800 വോട്ട്. നാട്ടകം സുരേഷിന്റെ ഭൂരിപക്ഷം 10000-മായി. നാട്ടകം സുരേഷിന്റെ ഭൂരിപക്ഷം 10000-മായി. വിജയം ഉറപ്പിച്ചു നാട്ടകം സുരേഷ്. അവിടെ മന്ത്രി പരാജയപ്പെടുന്നു. നാട്ടകം സുരേഷിന്റെ ഭൂരിപക്ഷം 10000-മായി. വലിയ തോതിൽ അവിടെ പരാജയപ്പെടുന്നു. ശോഭാ സുരേന്ദ്രൻ വീണ്ടും മുന്നിൽ. 737 വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. വീണ്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. പാലക്കാട് സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 10000 കടന്നു. T സിദ്ദിഖ് 10000 കടന്നു. PK നവാസ് 6300 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. PK നവാസ് 6300 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇപ്പോ 2000 രവീന്ദ്രനാഥ് മണലൂരിൽ മുന്നിലാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 5000-ന് മുകളിലായി. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് ഇപ്പോഴും പിണറായി വിജയനെ പിന്നിലാക്കിയിരിക്കുന്നു. 2000-ലധികം വോട്ടിന്റെ മേൽക്കൈയോട് കൂടിയാണ്. അതേസമയം ശോഭാ സുരേന്ദ്രൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. 737 സതീശൻ പിന്നിലാണ്. പിന്നിലെല്ലാം മുന്നിൽ എത്തിയിരിക്കുകയാണ്. 995 വോട്ടുകൾക്ക് മുന്നിൽ ടൈസൺ മാഷെ പിന്നിലാക്കിയിരിക്കുന്നു. രാജൻ പല്ലൻ 4800. അങ്ങനെ തൃശ്ശൂർ രാജൻ പല്ലനിലൂടെ തിരിച്ചു പിടിക്കുന്നു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 2597 വോട്ടുകൾക്കാണ് ഇപ്പോൾ പത്തനാപുരത്ത് മുന്നിൽ നിൽക്കുന്നത്. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് വിജയം ഉറപ്പിക്കുന്നു. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷ മേൽക്കൈയിലേക്കാണ് പോകുന്നത്. ബത്തേരിയിൽ IC ബാലകൃഷ്ണനും വിജയം ഉറപ്പിക്കുകയാണ്. 4000-ലധികം വോട്ടിന്റെ മേൽക്കൈ. മൂന്നാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ 995 വോട്ടിന് VD സതീശൻ ലീഡ് എടുത്തിരിക്കുന്നു. കേരള കോൺഗ്രസുകള് മുഴുവൻ തകർന്നടിഞ്ഞല്ലേ. കേരള കോൺഗ്രസ് പാണി വിഭാഗത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ജില്ലകളിൽ 0-ആണ് ഇപ്പോൾ LDF. മലപ്പുറത്ത് 0-ആണ് LDF. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 0-ആണ്. അതുപോലെ തന്നെ ഇടുക്കിയിലും 0-ആണ്. വയനാട് പക്ഷേ ORK-യോട് ലീഡ് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലും 5-0 എന്നുള്ളതാണ്. എറണാകുളത്ത് 14-0-ഉം മലപ്പുറത്ത് 16-0-ഉമാണ്. P രാജീവ് ഇപ്പോഴും 2000 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു എന്നതാണ്. മറ്റൊരു മന്ത്രി കൂടി വലിയ തോൽവിയിലേക്കാണ് പോകുന്നത് എന്നതാണ്. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ LDF-ന് പ്രതീക്ഷിക്കാവുന്ന ഏക സീറ്റായി കളമശ്ശേരി മാറുകയാണ്. കൊച്ചിയും പക്ഷേ UDF വലിയ ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചവറയിൽ ഷിബു ബേബിജോൺ 6800. ചവറയിൽ ഷിബു ബേബിജോൺ 6800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കായംകുളത്ത് ചവറയിലും ഇരയുപുരത്തും RSP ലീഡ് ചെയ്യുന്നു. ആലുവയിൽ അൻവർ സാദത്ത് 1591 വോട്ടുകൾക്ക് അൻവർ സാദത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. തിരുവല്ലയിലെ അനൂപ് ആന്റണിയുടെ മേൽക്കൈ തന്നെയാണ് ഇപ്പോഴും വീണ്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം. BJP-യുടെ യുവ നേതാവ് അനൂപ് ആന്റണി നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ച അനൂപ് ആന്റണി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. അത് കേവലം 31 വോട്ടുകൾക്കെങ്കിൽ പോലും. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് പിടിക്കുന്നു. 52 വോട്ടിന് വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് ചെയ്യുന്നു. അരുവിക്കരയിൽ LDF തിരിച്ചു പിടിച്ചു. അനൂപ് ആന്റണി തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ 2824. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. NDA സ്ഥാനാർത്ഥി 31-ൽ നിന്നാണ് 2000-ലേക്ക് അനൂപ് ആന്റണി വോട്ട് ഉയർത്തുന്നത്, ലീഡ് ഉയർത്തുന്നത്.
അതേസമയം VN വാസവൻ 9000-ലധികം വോട്ടുകൾക്കാണ് ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നത്. CPM-ന്റെ സ്ട്രോ ഹോൾഡായ മട്ടന്നൂരിൽ VK സനോജിന്റെ ലീഡ് വെറും 554. മട്ടന്നൂരിൽ ലീഡ് എത്ര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2000 വോട്ടിൽ പിന്നിൽ നിൽക്കുമ്പോഴാണ് മട്ടന്നൂരിൽ വെറും 500 വോട്ടുകളുടെ ഭൂരിപക്ഷം. മട്ടന്നൂരിൽ വെറും 500 വോട്ടുകൾക്ക് മാത്രം ഇപ്പോൾ ലീഡ് ചെയ്യുന്നു VK സനോജ്. മട്ടന്നൂരിൽ നേരത്തെ വന്നതാണ് 2074 വോട്ടിന് അവിടെ ഗോവിന്ദൻ മുന്നിലാണ്. മട്ടന്നൂരിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നത് കാത്തിരുന്ന് കാരണം അവിടെ പിന്നിലാണ് അവിടെ മന്ത്രി വാസവൻ 9483 വോട്ടിനാണ് പിന്നിൽ. അരുവിക്കരയിൽ ജി സ്റ്റീഫൻ 218, കേവലം 218. പി പ്രസാദ് ലീഡ് തിരിച്ചുപിടിച്ചു. മന്ത്രി പി പ്രസാദ് ചേർത്തലയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 1286 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ AP അനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 10 വർഷക്കാലത്തെ ഈ ഭരണം അവസാനിക്കുന്ന UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സുദിനമാണ്. ആ സുദിനം ഇന്ന് കേരളം മുഴുവൻ ആഘോഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം ആഘോഷിച്ചു തുടങ്ങി, UDF ആഘോഷിച്ചു തുടങ്ങി. അനിൽകുമാറിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.